കർക്കിടക മാസം എന്ന് പറയുന്നത് ഒരു പ്രതീക്ഷയുടെ കാലം കൂടിയാണ്. അതായത് ഒരു പൊന്നിൻ ചിങ്ങം വരുന്നതിന്റെ അല്ലെങ്കിൽ നല്ലൊരു നാളെയുടെ അല്ലെങ്കിൽ നല്ലൊരു വസന്തത്തിന്റെ ഒക്കെ ഒരു പ്രതീക്ഷയുടെ കാലമാണ്. അവസാന മാസമാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞു ഈ വർഷം അങ്ങനെ നമ്മൾ തള്ളി നീക്കി എന്നുള്ളൊരു മാസം കൂടെയാണ് ശരിക്കും പറഞ്ഞാൽ. ശരിക്കും രാമായണത്തിൽ എല്ലാ എലിമെന്റ്സും ഉണ്ട്. എല്ലാ എലിമെന്റ്സ് ഓഫ് ഹ്യൂമൻ നേച്ചറിൽ ഉണ്ടാകേണ്ടത്, അതായത് ലോയൽറ്റി, സിൻസിയറിറ്റി, പിന്നെ എന്താണ് ധൈര്യം, ഇങ്ങനത്തെ പലതരം ഇമോഷൻസിന്റെയും ഏറ്റവും പ്യുവർ ഭാവം നമുക്ക് കാണാൻ പറ്റും. രാമായണം ഒരു മാസത്തിൽ വായിച്ചു തീരത്തില്ലെങ്കിൽ പോലും ആ സുന്ദരകാന്ഡം എടുത്തു വെച്ച് വായിച്ചാൽ തന്നെയും നല്ലതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ സുന്ദരകാന്ഡം ആ ഒരു മാസം കൊണ്ട് വായിച്ചു തീർക്കണം എന്നുള്ളതാണ് ക്ഷേത്രങ്ങൾ അനുശാസിക്കുന്നത്. അതെ. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ മാക്സിമം ഇതിലെല്ലാം ഏർപ്പെട്ട് ഈ ഒരു പുണ്യമാസത്തിന്റെ ആ ഒരു മൂഡ് മനസ്സിലാക്കുക, അതിനനുസരിച്ച് കൂടുതൽ ട്രഡീഷൻസിലേക്ക് പോകുക. നമുക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. അടുത്ത സെഗ്മെന്റ് ഫെങ് ഷുയി. നമസ്കാരം. ഫെങ് ഷുയി സെഗ്മെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഫെങ് ഷുയിയെ കുറിച്ചുള്ള സംശയ നിവാരണത്തിന് ഇന്ന് നമുക്കിവിടെ എത്തിയിരിക്കുന്നത് തേജസ് ഫെങ് ഷുയി ഡയറക്ടറായ ഡോക്ടർ ഷാജി കെ നായർ സാറാണ്. സാറിനെ നമുക്ക് ഈ സെഗ്മെന്റിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. ഇന്ന് ഒരുപാട് സംശയങ്ങളുടെ ഇടയിൽ നമുക്ക് വരുന്നത് ഇന്റീരിയർ ഡിസൈനിങ്ങിൽ വരുന്ന ഒരു സംശയമാണ് ഇന്ന് ഉന്നയിക്കാൻ പോകുന്നത്. നമ്മളൊരു വീടിനകം ഡിസൈൻ ചെയ്യുമ്പം ഈവൻ ഒരു ബിസിനസ് പാർട്ട്ണർ ഇതായിരുന്നാലും അതിനകത്ത് എവിടെയൊക്കെ ഇൻഡോർ പ്ലാന്റ് വെക്കാം, ഇൻഡോർ പ്ലാന്റ് വെക്കുന്നത് കൊണ്ടുള്ള ഗുണം, അത് പ്ലാസ്റ്റിക് വെക്കണോ ലൈവ് പ്ലാന്റ്സ് തന്നെയാണ് വെക്കുന്നത്, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാമോ? ഇൻഡോർ പ്ലാന്റുകൾ പല നമുക്ക് വീടുകളിൽ ആഡ് ചെയ്യാം. ലൈവാണ് കുറച്ചും കൂടെ ബെറ്റർ. അപ്പം അതിനകത്ത് ഈ പ്ലാന്റ്സ് വയ്ക്കുമ്പോൾ നമ്മൾ ഫെങ് ഷുയി മുഖേന നമ്മളത് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ലിവിങ് റൂമിൽ, ബെഡ്റൂമിലൊന്നും പ്ലാന്റ്സ് ഉപയോഗിക്കാൻ പാടില്ല. ബെഡ്റൂമിൽ ഒരു കാരണവശാലും നമുക്ക് ലൈവ് പ്ലാന്റ്സിലൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ആർട്ടിഫിഷ്യൽ ഉപയോഗിക്കാം, പ്ലാസ്റ്റിക് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം, ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം, അല്ലാതെ ലൈവ് ഉപയോഗിക്കാൻ പാടില്ല. നമുക്ക് ലിവിങ് റൂമിൽ നമ്മൾ പ്ലാന്റ്സ് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഈ ഈസ്റ്റിലാണ് ഏറ്റവും ബെറ്റർ, അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റിൽ നമുക്ക് ഉപയോഗിക്കാം. അത് ഫെങ് ഷുയി മുഖേന അവിടെ വുഡ് ആണ് അവിടുത്തെ എനർജി കൂടുതലായിട്ട്, വുഡ് എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് ഈ പറയുന്ന ബോൺസായി പോലുള്ള ചെടികൾ പല വീടുകളിലും ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഫെങ് ഷുയി മുഖേന ബോൺസായി ഉപയോഗിക്കാൻ പാടില്ല എന്നുണ്ട്. കാരണം വലുതായിട്ട് വളരുന്ന ഒരു വൃക്ഷത്തെ അതിൻ്റെ വളർച്ച മുരടിപ്പിച്ചുകൊണ്ട് ചെറിയൊരു ചട്ടിക്കകത്ത് നട്ട് വളർത്തുന്നതാണ് ബോൺസായിയുടെ, അല്ലേ? അതാണ്. കാരണം ഇപ്പം ബോൺസായിക്ക് ഏറ്റവും കൂടുതൽ വില നിൽക്കുന്ന ഒരു സമയം കൂടെയാണ് ഇപ്പോൾ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ വളർച്ചയെ മുരടിപ്പിക്കുന്നതായിട്ടാണ് അവിടെ സംഭവിക്കുന്നത്. അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ എഫക്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലത് എങ്ങനെ ബാധിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വളർച്ചയെ അതേപോലെ മുരടിപ്പിക്കുവാൻ കഴിവ് സംഭവിക്കും, അല്ലെങ്കിൽ നമ്മുടെ വളർച്ച നഷ്ടപ്പെടും എന്നാണ് അതിൻ്റെ ഒരു ഇത് പറയുന്നത്. അതുകൊണ്ട് കഴിയുന്നതും ബോൺസായി വീടുകളിൽ ഫെങ് ഷുയി മുഖേന ഞങ്ങളത് അനുവദനീയം അല്ല. അതുകൊണ്ട് ബോൺസായൊക്കെ ഒഴിവാക്കുന്നത് കുറച്ച് നന്നായിരിക്കും. ഇൻഡോർ പ്ലാന്റ്സ് നമുക്ക് ഇഷ്ടപ്പെടും, നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ പ്രധാന വാതിലിൽ നിന്ന് കയറുമ്പോൾ സ്റ്റെയറൊക്കെ കാണുന്നിടത്ത് നമ്മൾ അതിൻ്റെ ഒരു എനർജി, അതായത് അതിൻ്റെ നെഗറ്റീവ് എനർജി ഫിൽറ്റർ ചെയ്യുവാൻ വേണ്ടി പ്ലാന്റ്സ് നമ്മളത് ഉപയോഗിക്കുന്നുണ്ട്. അത് ലൈവ് അല്ലെങ്കിലും ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആയിരുന്നാലും നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അപ്പം സൂട്ടബിൾ ആയിട്ടുള്ള, കാരണം ഓരോ റെമഡിക്ക് വേണ്ടി നമ്മളത് ഉപയോഗിക്കാം, ഇല്ല ആ റൂമിൻ്റെ എനർജി ബൂസ്റ്റ് ചെയ്യുവാൻ വേണ്ടിയും നമ്മൾ പ്ലാന്റ്സ് ഉപയോഗിക്കാം. പിന്നെ ഫെങ് ഷുയി മുഖേന പ്ലാന്റ്സിന് വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേണ്ടതുണ്ട്. നമ്മുടെ സൗത്ത് വെസ്റ്റ് കന്നിമൂല ഭാഗം, പല വീടുകളിലും കന്നിമൂല ഭാഗത്ത് ടോയ്ലറ്റൊക്കെ വാസ്തു നോക്കാതെ വെച്ചിട്ടുള്ള ആൾക്കാർക്കുണ്ട്. അതേപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് ഈശാനുകോൺ, അവിടെയും ടോയ്ലറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ടോയ്ലറ്റ് ഉള്ളിടത്ത് നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് അതിനകത്ത് അത് പൂക്കൾ വരുന്ന ടൈപ്പിലുള്ള ചെറിയ പൂക്കളൊക്കെ വരുന്ന ഇൻഡോർ പ്ലാന്റുകൾ നമ്മൾ ആ ടോയ്ലറ്റിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് അവിടുത്തെ ആ ഒരു ദോഷത്തെ ടോയ്ലറ്റിനുള്ളിൽ ഇപ്പം പ്ലാന്റ്സ് പ്ലാന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് റെമഡിയാ. റെമഡി എന്ന് പറയുമ്പോൾ സൗത്ത് വെസ്റ്റ് കന്നിമൂല ഭാഗത്ത് വരുന്ന ടോയ്ലറ്റിലും അതേപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് ഈശാനുകോണിലും വരുന്ന ടോയ്ലറ്റുകളുടെ റെമഡിയാണിത്. അവിടെ ചെറിയ പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഫുൾ ടൈം അതിനകത്തൊരു പ്ലാന്റ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് ഇല്ലതായിപ്പോൾ ലൈവ് പ്ലാന്റ് ആണ് വയ്ക്കേണ്ടത്. അപ്പം ഒരേപോലത്തെ 2 എണ്ണം വാങ്ങുക, ഒന്ന് പുറത്ത് വെച്ചേക്കുക. വീക്കിലി അതൊന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ
ആ ദോഷത്തെ, അതായത് പണ്ടുള്ള ആൾക്കാർ പറയും പോലെ കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്ത് കൊണ്ടുപോകും. പൂർണ്ണമായിട്ടും ദോഷം അവിടുന്ന് മാറില്ല. ഒരു സമാധാനത്തിന് വേണ്ടി അല്ലെങ്കിൽ റെമഡി മാറി കിട്ടുവാൻ വേണ്ടി അങ്ങനെയും നമുക്ക് പ്ലാന്റ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കിച്ചണിൽ നമുക്ക് പ്ലാന്റ്സ് ഉപയോഗിക്കാം. ബാത്റൂമിൽ നമ്മളിപ്പോൾ പ്ലാന്റ് മാറ്റി വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ കന്നിമൂലയിൽ ബാത്റൂം വരുമ്പോഴത്തേക്കും പൊളിച്ച് മാറ്റി പണിയുക എന്നുള്ളതാണ് എല്ലാവരും കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതിന് പകരം ഇത് വെച്ചാൽ അതിനെത്ര അല്ല, ഈ പൊളിച്ച് മാറ്റി പണിയാൻ സൗകര്യമുള്ളിടത്ത് അതാണ് ഏറ്റവും നല്ല റെമഡി. അങ്ങനെയില്ല, ചില ഫ്ലാറ്റുകളിലൊക്കെ അതുണ്ടാവത്തില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ആ പ്ലാന്റ് വെച്ചുകൊണ്ട് നമുക്ക് ആ ദോഷത്തെ മാറ്റിയെടുക്കാം. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കിച്ചണിൽ നമുക്ക് പ്ലാന്റ്സ് ഉപയോഗിക്കാം. കാരണം വാട്ടറും ഫയറും, അതായത് ഒരു സിങ്കും തൊട്ടടുത്തൊരു എന്താ പറയുക ഒരു സ്റ്റൗവും കൂടെ വെച്ച് കഴിഞ്ഞാൽ അത് രണ്ടും നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാകും. അങ്ങനെ അവിടെ നിന്ന് പാചകം ചെയ്യുന്ന ആൾക്കാർക്ക് ജോയിൻറ്റ് പെയിനൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതിപ്പം ആരും ഒന്ന് ഒരു 1-2 മണിക്കൂർ നമ്മൾ അതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ തന്നെ അത് എഫക്റ്റ് ചെയ്യും. അപ്പം ഈ എന്താ പറയുക വാട്ടറും ഫയറും രണ്ടും വിരുദ്ധമായിട്ടുള്ള 2 ധാതുക്കളാണ്. കാരണം ജലം കൊണ്ട് തീയെ അണയ്ക്കുവാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ആ ഒരു നെഗറ്റീവ് എനർജി അവിടെ ഫിൽറ്റർ ചെയ്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അതിനെ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി ആ സിങ്കിൻ്റെയും ആ സ്റ്റൗവിൻ്റെയും ഇടയ്ക്ക് ഒരു പ്ലാന്റ് വയ്ക്കാറുണ്ട്. അപ്പോൾ ജലം, മരം, അഗ്നി എന്നുള്ളൊരു സൈക്കിൾ അവിടെ ഫില്ലാവും. മരത്തിന് ജലം ആവശ്യമാണ്, അഗ്നിക്കും മരം ആവശ്യമാണ്. കാരണം അഗ്നി ഉണ്ടാവണമെങ്കിൽ മരം വേണം അല്ലേ. അപ്പോൾ ആ ഒരു സൈക്കിൾ ഫില്ല് ചെയ്യാൻ വേണ്ടി പ്ലാന്റുകൾ നമ്മൾ കിച്ചണിനകത്ത് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ബെഡ്റൂമിൽ പ്ലാന്റ്സ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ മെയിൻ കാരണം നമുക്ക് ശ്വാസം മുട്ടലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ബെഡ്റൂമിൽ. അതുകൊണ്ടാണ് ലൈവ് പ്ലാന്റുകൾ ബെഡ്റൂമിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പോൾ പുറത്ത് നമുക്ക് പ്ലാന്റ്സ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് വീടിന് പുറത്ത് ലാൻഡ്സ്കേപ്പിംഗ് അതേപോലെ പുറത്ത് നമ്മൾ ചെയ്യുമ്പോൾ അധികം വളരാത്ത പ്ലാന്റുകൾ, അതായത് അധികം വലിയ ഹൈറ്റിലൊന്നും വളരാത്ത ഇതൊക്കെ നമുക്ക് എപ്പോഴും വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് വയ്ക്കുക. നല്ലവണ്ണം വളരുന്ന ഇതുണ്ടല്ലോ, അത് വലിയ മാവോ അത് പ്ലാവോ ഇങ്ങനെയൊക്കെ നടുമ്പോൾ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിരിക്കും കുറച്ച് ബെറ്റർ. വടക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തൊക്കെ അധികം ഹൈറ്റിൽ വളരാത്ത ചെറിയ എന്താ പറയുക ഈ ചെറിയ ആയിട്ടുള്ള പ്ലാന്റ്സ്, ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ വരുമല്ലോ, ക്രീപ്പേഴ്സ് പോലെ, നമുക്ക് അത് വീടിനകത്ത് ഉപയോഗിക്കുന്നത് അതൊക്കെ ഉപയോഗിക്കാം. അതൊക്കെ ഫ്രണ്ടിലാണ് ഉപയോഗിക്കുന്നത്. മണി പ്ലാന്റ്സ് സാധാരണ ഈ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ, കാരണം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ ആയിട്ട് ഞാൻ അതൊക്കെ വീട്ടിൽ നിന്ന് അവോയ്ഡ് ചെയ്യാറുണ്ട്. കാരണം വെച്ചാൽ ആ പ്ലാന്റ്സിനൊരു പ്രത്യേകതയുണ്ട്. എങ്ങനെയാണ് അത് വളർന്നു വരുന്നത്? മറ്റൊരു താഴോട്ടാണ് വളർന്നു വരുന്നത് അല്ലേ. അപ്പം അത് താഴോട്ട് വളർന്നു വരുന്ന ഈ നമ്മുടെ ലൈഫും അതേപോലെ താഴോട്ട് പോകുന്നതാണ്. അത് മണി പ്ലാന്റ് ഒന്നും വീടുകളിൽ അതേസമയം ഞാൻ ഉപയോഗിക്കാൻ അനുവദിക്കാറില്ല. കാരണം മണി പ്ലാന്റ്സ് ആയിരുന്നാലും വളർന്നു വന്ന് കുറച്ചൊരു പരിധി പോകുമ്പോൾ വീണ്ടും താഴോട്ടത് വളർന്നു വരും. അതുകൊണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ പണ്ടത്തെ ആൾക്കാർ വെറ്റിലക്കൊടി മെയിൻറ്റെയിൻ ചെയ്ത്, അതായത് കെട്ടഴിച്ചിട്ട് താഴ്ത്തി വയ്ക്കും പോലെ നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ മണി പ്ലാന്റ്സ് നമുക്ക് വീടുകളിൽ ഉപയോഗിക്കാം. നല്ലതാണ്, ശ്രദ്ധ വേണം അതിന്. പല ആൾക്കാരും കൊണ്ടുവന്നൊരു പ്ലാന്റ് അവിടെ നട്ടതിന് ശേഷം എനിക്ക് മണി പ്ലാന്റല്ലേ ഞാൻ വച്ചേക്കുന്നത്, എനിക്ക് സാമ്പത്തികം നല്ല ഉയർച്ച ഉണ്ടാവും എന്നൊക്കെ പറയും. പക്ഷെ അതിനെ നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ല എങ്കിൽ നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷം നമുക്ക് അവിടെ സംഭവിക്കുന്നത്. പ്ലാന്റ്സ് എപ്പോഴും തലകീഴായിട്ട് വീണ് കഴിഞ്ഞാൽ മീൻസ് വളർന്നു വന്നിട്ട് തിരിച്ച് താഴോട്ട് പോകുമ്പോൾ നമ്മളും അതേപോലെ താഴോട്ട് പോകും എന്നാണ് പറയാറ്. പിന്നെ ലക്കി ബാമ്പ് നമുക്ക് ഉപയോഗിക്കാം. ലക്കി ബാമ്പ് നമുക്ക് ഉപയോഗിക്കുന്നുണ്ട്. ലക്കി ബാമ്പ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. വീക്കിലി അതിനകത്തുള്ള വെള്ളം ചേഞ്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ, എല്ലാം കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയില്ല എങ്കിൽ നമുക്കതിന് ദോഷം ഉണ്ടാവും. അപ്പോൾ ആ വീക്കിലി അതിൻ്റെ വെള്ളം ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ആ കറക്റ്റായിട്ട് നമ്മൾ നോക്കിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് നല്ല ഗ്രോത്തിൽ വളർന്നു വരും. അതനുസരിച്ച് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയും കൂടും എന്നാണ് പറയുന്നത്. ശരിക്കും നല്ല രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോയാൽ അങ്ങനെ തന്നെ സംഭവിക്കും. തൊഴിൽപരമായിട്ട് അല്ലെങ്കിൽ നമ്മളെന്താ പറയുക, നമ്മുടെ ഒരു ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുവാനുള്ളൊരു മൈൻഡ് നമുക്ക് അവിടെ നിന്നൊരു പോസിറ്റീവ് എനർജി അവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് ഏറ്റവും നല്ല ഒരു റെമഡിയാണ്. അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. കാരണം ഒരു പ്ലാന്റ്, ഒരു ലക്കി ബാമ്പ് നമ്മളിടത്തു നിന്ന് കിട്ടി കൊണ്ടുവന്ന് വെച്ച് പിന്നെ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതിരുന്നു കഴിഞ്ഞാൽ ഓരോ തണ്ടുകളായിട്ട് വാടിപ്പോകും. പല ആൾക്കാരും അത് വിളിച്ച് പറയാറുണ്ട്, സാറേ ഞാൻ 21 കൊണ്ടുവച്ചത് ഇപ്പം 5 ഉണ്ട്, ഇപ്പം 10 ഉണ്ടെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അത് ഒറ്റ സംഖ്യയിലുള്ള ഇതാണ് ഏറ്റവും നല്ലത്. 21 ഉണ്ടായെങ്കിൽ ആ 21 നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും, അത് വളർത്തി നമുക്ക് എടുക്കാൻ പറ്റും. ആ രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്ത് കൃത്യമായിട്ട് അതിൻ്റെ വെള്ളം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ആ വെള്ളം കൃത്യമായിട്ട് മാറ്റി എടുത്തു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ അത് വളർന്നു വരും. അത് നമുക്ക് എന്താ പറയുക, ഒരു നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുവാനുള്ള ഒരു മൈൻഡ് നമുക്കത് തരും. അതാണ് മെയിനായിട്ട്.
അല്ല സാമ്പത്തികം കൊണ്ട് തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ് കൊണ്ട് തരത്തില്ല. ആ വർക്ക് ചെയ്യാനുള്ളൊരു മൈൻഡ് അതാണ് നമുക്ക് അത് തരുന്നത്. അപ്പം പ്ലാന്റ്സുകളൊക്കെ നമുക്ക് വീടുകളിൽ ഉപയോഗിക്കുന്നതിന് തെറ്റില്ല. ബോൺസായി കഴിയുന്നതും ഉപയോഗിക്കാതിരിക്കുക, അത് അവോയ്ഡ് ചെയ്യുക. ബാക്കി എല്ലാ പ്ലാന്റ്സുകളും ഈ രീതിയിൽ തന്നെ നമുക്കത് ഉപയോഗിച്ച് കൊണ്ടുപോകാം. കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് നോട്ട് ചെയ്തിട്ട് വിളിക്കുക. എന്നെ ഡയറക്റ്റ് കാണണമെന്നുള്ളവർ വെഞ്ഞാറമൂട് ഇലഞ്ഞിക്കാവ് ചാമുണ്ഡി ദേവി കുബേരക്ഷേത്രമുണ്ട്. ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ ഞാൻ അവിടെ ഉണ്ടാവും. എന്നെ ഒന്ന് വിളിച്ചിട്ട് വരിക. നമസ്കാരം.